ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെയാണ് പെറ്റൂണിയ സീഡ്സ് വളർത്തിയെടുക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. സോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടാണ്. അത്യാവശ്യം പരന്ന പോട്ട് തന്നെ എടുക്കാം. അതിലേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്ത് ചകിരി കമ്പോസ്റ്റാണ്. ഈ ചകിരി കമ്പോസ്റ്റിൽ നമ്മൾ ഓൾറെഡി ഒരു പിടി വെർമി കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് കുറച്ച്, അതായത് ഒരു പിടി ചുവന്ന മണ്ണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മണ്ണ് മതി. അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചുവന്ന മണ്ണ് കല്ലില്ലാതെ നൈസായിട്ട് പൊടിയായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് പോട്ടിലേക്ക് നിറയ്ക്കാം. മെല്ലെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു പകുതിയോളം ഫില്ലായതിനു ശേഷം മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ നമുക്ക്. നെക്സ്റ്റ് നമുക്ക് ഫംഗിസൈഡ് ആഡ് ചെയ്ത് കൊടുക്കണം, അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗിസൈഡാണ്. അതൊരു 1/2 സ്പൂണ് എടുത്തിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈസി ആയിട്ട് ഒരു ബോട്ടിലിൽ ജസ്റ്റ് ഒരു 1/2 സ്പൂണ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ അത് സെറ്റായിക്കോളും. ഇനി നമുക്ക് ഇത് ഈ പോട്ടി മിക്സിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളുടെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രേ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എല്ലാം നനയുന്ന രീതിയിൽ. ഈ കാണുന്നതാണ് നമ്മൾ പെറ്റൂണിയ സീഡ്സ്. അത്രയ്ക്കും എന്തായിരിക്കും, മൈന്യൂട്ടായിട്ടുള്ളതാണ് പെറ്റൂണിയ സീഡ്സ്. അപ്പം ഏകദേശം ഇത്രയൊരു എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെല്ലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എല്ലാ ഏരിയാസിലും എത്തുന്ന രീതിയിൽ, പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്റ്റക്ക് ആവരുത്, എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ. ഓക്കെ, സോ അതിട്ടതിന് ശേഷം പിന്നെയും നമ്മൾ ആ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് മുകളിൽ ഒന്നും കൂടെ. നല്ല രീതിയിൽ ഈ ഫംഗിസൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോയിക്കോളും ഈ സീഡ്സ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കവർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇനി ഇത് ഒരു 1 മന്തിലേക്ക് ക്ലോസ് ചെയ്ത് വെക്കണം. സോ ആ ഒരു നമുക്ക് കാണാൻ പറ്റും അത് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പുറത്തുനിന്ന്. സോ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. സോ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കയറോ കാര്യങ്ങളോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. സോ ഇതേ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ചെയ്യാൻ വെച്ചിട്ടുള്ള പെറ്റൂണിയ സീഡ്സ് ആണ് ഇത്. ഇപ്പം നല്ല രീതിയിൽ പ്ലാന്റായി ഗ്രോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സോ നമ്മൾ പ്രോപ്പർ കെയർ കൊടുത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റൂണിയ സീഡ്സ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ആൻഡ് ഓൾസോ ഈ വീഡിയോ നിങ്ങളുടെ പ്ലാന്റ് ലവർ ആയിട്ടുള്ള ഫ്രണ്ട്സിന് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക, ട്രൈ ചെയ്യാൻ പറയുക. ബൈ.